നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട് ഓരോ ദിവസവും ദൈവം അത്ഭുതകരമായി നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒന്ന്, നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം. രണ്ട്, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് സമയമുണ്ട്. അതിനുള്ള പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എല്ലാ കാര്യങ്ങളും. ഒരു കല്യാണത്തിന് പോയാൽ അവിടുത്തെ എല്ലാ പോരായ്മകളും നമ്മൾ വീട്ടിൽ വന്ന് ഒരുപക്ഷെ പറയും. നല്ല കാര്യങ്ങൾ കുറവായിരിക്കും പറയുന്നത്. എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതാണ്. ബൈബിൾ പറയുന്നു, തങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന അവന് ശുഭം വരില്ല. അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറയണം. പത്രോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് യേശുവിനെ കണ്ടപ്പോൾ ഒറ്റ വാക്കിൽ തൻ്റെ കുറ്റം പറഞ്ഞ പാപിയായ മനുഷ്യൻ, ഒറ്റ വാക്ക്, ഞാൻ പാപിയാണ്, ഞാൻ കുഴപ്പക്കാരനൊന്നുമല്ല, എല്ലാവരും ഒക്കെ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുള്ളൂ, എല്ലാവരും കുടിക്കും ഞാനും കുടിക്കും, എല്ലാവരും സിഗരറ്റ് വലിക്കും ഞാനും വലിക്കും, ഇതൊക്കെ നാട്ടിലെ നടപ്പാണ്, ഞങ്ങൾ മീൻപിടുത്തക്കാരാണ് എന്നൊന്നും പറഞ്ഞ് അതിനകത്ത് ഒഴിഞ്ഞു മാറാൻ നോക്കിയില്ല. സ്വന്തം കുറ്റം എല്ലാം കൂടി ചേർത്തോട്ട് ഒറ്റ വാക്കി പറഞ്ഞ പാപിയാണ്. യേശുവിന് ഇഷ്ടപ്പെട്ടു. സ്വന്തം കുറ്റം കണ്ടുപിടിക്കാൻ കഴിവുള്ളവൻ. അവനെ ശിഷ്യന്മാരിൽ ലീഡറാക്കി മാറ്റി. ഒന്നാമനായ പത്രോസ്. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന യൂദ ഏറ്റൊടുവിൽ കെട്ടി ഞാണ് ചത്തു. യേശുവിൻ്റെ കുറ്റം വരെ കണ്ടുപിടിച്ചു. എന്താ കുറ്റം? ആ മറിയ തൈലം പൊട്ടിച്ചൊഴിച്ചപ്പോൾ ചുമ്മാതിരിക്കുന്നു, ഒന്ന് വഴക്ക് പോലും പറയുന്നില്ല. അതാണ് അവനെ ചൊടിപ്പിച്ചത്. ഇതെല്ലാം വിറ്റ് പാവങ്ങൾ കൊടുത്തൂടെ? അവൾ എന്താണ് ചെയ്യുന്നത്? മാർത്തയുടെയും മറിയുടെയും വീട്ടിലൊക്കെ വന്ന് ആവശ്യം പോലെ തിന്നവനാണ്. ആ വീട്ടിലെന്തെല്ലാം നല്ല കാര്യമുണ്ട്? അതൊന്നുമല്ല. യേശു ആ വീട്ടിൽ ലാസറിനെ ഉയർപ്പിച്ചു. അതിനെ വലുതായിട്ട് അവന് കാണാൻ പറ്റുന്നില്ല. കുറ്റങ്ങൾ വരുമ്പോൾ വാതുറക്കുന്നവരുണ്ടോ? യൂദയുടെ ലിസ്റ്റിലേട്ട് വരും. എന്നാൽ സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഏറ്റുപറയുന്നവർ കരുണയുള്ളവരായി മാറും. കരുണ ലഭിക്കും എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ കൂടുതൽ ശ്രമിക്കണം. ഡെറക് പ്രിൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും, ആമസോണിൽ കിട്ടും. അനുഗ്രഹശാപം ഫേമസ് ബുക്കാണ്. അതുപോലെ ഒത്തിരി അഭിഷേകത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങി വായിക്കുന്നതും പഠിക്കുന്നതും നല്ല. ഡെറക് പ്രിൻസ്, അദ്ദേഹം ഹീബ്രു ഗ്രീക്കൊക്കെ പഠിച്ച ഒരാളാണ്, സായിപ്പാണ്. അദ്ദേഹം ശക്തനായ ദൈവപുരുഷനാണ്, ആയിരുന്നു. ഇന്ന് ഭൂമിയിലില്ല. അസാധാരണമായിട്ട് ദൈവം ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി നടക്കുമ്പോൾ 10,000 ഒരുമിച്ച് കൂടും. ആ കൂടുന്ന കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പുറകിലും ഇദ്ദേഹം ഡെറക് പ്രിൻസ് എന്ന ദൈവദാസൻ പൈസ മുടക്കി 3 പേരെ നിർത്തിയിട്ടുണ്ട്. എന്തിനാ? തൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ. പ്രസംഗത്തിൻ്റെ കുറ്റം, പറഞ്ഞ കാര്യങ്ങളിൽ വന്ന തെറ്റ്. പ്രശംസിക്കാനല്ല, പ്രശംസിക്കാൻ ആയിരങ്ങളുണ്ട്. എന്നാൽ കുറ്റം കണ്ടുപിടിക്കാൻ 3 പേരെ ശമ്പളത്തിന് വെച്ചയാളാണ് അദ്ദേഹം. നമ്മൾ കേരളത്തിലായതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരില്ല. ശമ്പളം കൊടുക്കാൻ മുതലാവില്ല. അത്രയും ആൾക്കാർ നമ്മുടെ കുറ്റം കണ്ടുപിടിക്കാനുണ്ട്. ഏതായാലും അതെല്ലാം സത്യമാകണമെന്നില്ല. എന്നാൽ നമുക്ക് തന്നെ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് കർത്താവിനോട് ക്ഷമ ചോദിച്ച് ഒരു പുതിയ തുടക്കത്തിലേക്ക്, നമുക്കറിയാം, നമ്മുടെ മനസാക്ഷിയിൽ അറിയാം നമ്മൾ ഇന്ന കാര്യത്തിൽ ശരിയല്ലെന്ന് നമുക്കറിയാം. പ്രാർത്ഥനയില്ല, വിശ്വാസമില്ല, കർത്താവിനോട് വേണ്ട രീതിയിലുള്ള ആത്മാർത്ഥതയില്ല,
ഇതെല്ലാം കുറ്റങ്ങളാ. പാപമാണെന്നല്ല പറഞ്ഞത്, കുറ്റങ്ങൾ. മരണത്തിനുള്ള പാപമുണ്ട്, അല്ലാത്ത പാപമുണ്ട് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ഏതായാലും കണ്ടുപിടിച്ച് ഏറ്റുപറയുക, എല്ലാ ദിവസവും ഏറ്റുപറയുക, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മെ മാനിക്കും, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും, പുതിയ ജീവിതം കർത്താവ് നമുക്ക് നൽകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് യേശുവിനെ പാടി സ്തുതിക്കാം. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയെ ഗീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാൽ എന്നെ രക്ഷിച്ചു, ഏകരക്ഷകൻ യേശുവിനാൽ, ലോകരക്ഷകൻ യേശുവിനാൽ. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. പ്രാർത്ഥനയോടെ പാടാം. നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ, നിൻഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ നിന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി. എന്നെ നൽകുന്നു യേശുവേ, എന്നെ നൽകുന്നു പൂർണ്ണമായി, മോദമോടിത പൂർണ്ണമായി.
അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് വീണ്ടും വരാം. 2-ാം അധ്യായം. നിങ്ങൾക്ക് എല്ലാവർക്കും കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ബൈബിൾ നന്നായി പഠിക്കുക, നന്നായി പഴകട്ടെ. ബൈബിൾ വായിച്ച് എഴുതിയും ഒക്കെ ബൈബിൾ പഴകട്ടെ. ഒരിക്കലൊരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് ക്ലീൻ ക്രിസ്ത്യൻസ് ഡയർട്ടി ബൈബിൾ, ഡയർട്ടി ക്രിസ്ത്യൻസ് ക്ലീൻ ബൈബിൾ എന്നാണ്. നല്ല ക്രിസ്ത്യാനിയുടെ ബൈബിൾ അഴുക്കായിരിക്കും. എങ്ങനെ? വരച്ച് പിള്ളേരെ കീറാൻ കൊടുത്തതല്ല, വായിച്ചു പഠിച്ച് കീറുന്നത്. അപ്പോൾ നല്ല ക്രിസ്ത്യാനിയുടെ ബൈബിൾ അഴുക്കായിരിക്കും, അഴുക്ക് ക്രിസ്ത്യാനിയുടെ ബൈബിൾ നല്ലതായിരിക്കും. തുറന്നു നോക്കിയിട്ട് വേണ്ടേ. അത് വല്ലപ്പോഴും തുറന്നാൽ അലർജി ഉണ്ടാകും, അത്രയും പൊടി അതിനകത്തുണ്ടാകും. അപ്പോൾ ബൈബിൾ അഴുക്കാവുന്നോറും നമ്മൾ നന്നാകും. വായിക്കുക, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീസസ് എവരിഡേ കേൾക്കുക, വാക്യങ്ങളെല്ലാം കണ്ടുപിടിക്കുക, എഴുതുക, ചില വാക്യങ്ങൾ കാണാതെ പഠിക്കുക. ഇന്ന് നിങ്ങളിത് പഠിക്കുന്നു, നാളെ നിങ്ങൾ ആയിരങ്ങൾക്ക് ഇത് വിളമ്പിക്കൊടുക്കുന്ന, ഹൃദയത്തിൽ സംഗ്രഹിച്ചതെല്ലാം ഒരു ദിവസം ജോസഫ് പാണ്ഡികശാലയിൽ നിറച്ചതുപോലെ ഒരു ദിവസം ക്ഷാമമുള്ള കാലത്ത് ജോസഫ് ഇതെല്ലാം ലോകരാജ്യങ്ങൾക്ക് കൊടുക്കാനിടയായി. ഇതുപോലെ ഇന്ന് നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഒരു ജനറേഷന് വേണ്ടിയുള്ളത് സ്റ്റോർ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 2:37 വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ആദ്യമായിട്ടാണ് സഹോദരന്മാരായ പുരുഷന്മാരെ എന്ന വിളി യഹൂദന്മാർ ഗലീലക്കാരെ ഇത്രയും കേട്ടിട്ടും വിളിക്കുന്നത്. കാരണം യേശുവിൻ്റെ അനുയായി ആണോ എന്ന് തിരക്കി നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കിട്ടിയ കൊന്നുകളയും. ഇവര് പലപ്പോഴും കഥകടച്ചകത്തിരിക്കുകയാണ്. യഹൂദന്മാരെ, യേശുവിൻ്റെ ശിഷ്യന്മാരെ കണ്ടാ കൊല്ലാൻ നടക്കുകയായിരുന്നു യഹൂദന്മാർ. എന്നാൽ അതിൻ്റെ നടുവിൽ അതേ യെരുശലേമിൽ നിന്ന് ഓടിപ്പോകരുതെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ഗലീലക്ക് പോകരുത്. നിങ്ങളെവിടെ പേടിച്ചുവോ, നിങ്ങളെവിടെ കരഞ്ഞുവോ, നിങ്ങളെവിടെ തകർന്നുവോ, നിങ്ങളെവിടെ നിരാശപ്പെട്ടുവോ, അവിടെ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. യേശുവിന് വേണമെങ്കിൽ ഗലീലയിൽ പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചയക്കാമായിരുന്നു. വേണ്ട. എവിടെ അവർ കരഞ്ഞുവോ, എവിടെ അവർ പേടിച്ചുവോ, എവിടെ അവരെ നിന്ദിച്ചുവോ, അവിടെ അവരെ മാനിക്കുവാൻ ദൈവം ഒരു സ്വർഗീയ വിരുന്ന് ഒരുക്കിയതാണ്. ഇതൊരു സ്വർഗീയ വിരുന്നാണ്. മാളിക മുറിക്കകത്ത്. അതിന് തൊട്ട് മുമ്പ് യേശുവിൻ്റെ മരണത്തിന് തന്നെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ ഒരു വിരിച്ചൊരുക്കിയ മാളികയിൽ അപ്പമെടുത്തു, മുന്തിരിച്ചാറെടുത്തു, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തമെന്ന് പറഞ്ഞവർക്ക് കൊടുത്തു. അങ്ങനെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്തൃമേശ സ്ഥാപിച്ചു. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ഇവർക്ക് ഓർക്കേണ്ടത് ഓർക്കാനും മറക്കേണ്ടത് മറക്കാനുമുള്ള ശേഷിയുണ്ടായി. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെയാണ് അവർക്ക് ഓർമ്മ. യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, യേശു നമുക്ക് വേണ്ടി. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് യേശുവിനെ വിട്ട് ക്രൂശീകരണത്തിന് ശേഷം ഓടിപ്പോയ ഇവർ യേശുവിനെ ശരിക്ക് പറഞ്ഞാൽ എല്ലാ രീതിയിലും മറന്നവരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു പറഞ്ഞതെല്ലാം ഓർമ്മ വരികയാണ്. പരിശുദ്ധാത്മാവ് ഓർമ്മ വരുത്തുന്ന ആത്മാവാണ്. അങ്ങനെ അവർ യെരുശലേമിൽ പാർത്തു. 10 ദിവസം അവിടെ പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി. ഒരു വലിയ ഉണർവിനായി അവരെ തന്നെ ഒരുക്കി കാത്തിരുന്നു. അസാധാരണമായ നിലയിൽ കർത്താവിനെ കടന്നു വിശ്വസിച്ചു. 10-ാം നാളിൽ അല്ലെങ്കിൽ പെന്തക്കോസ് നാളിൽ അവരുടെ വാഗ്ദത്തം അവരുടെ മേൽ വരികയാണ്. പത്രോസ് എഴുന്നേൽക്കുന്നു, ശക്തമായി യേശുവിനെ ക്രിസ്തുവെന്ന് തെളിയിക്കുന്നു. ദാവീദ് മരിച്ചു, അവരുടെ കല്ലറയെല്ലാം
ഇവിടെ ഉണ്ടല്ലോ എന്ന് തെളിയിച്ചു. എന്നാൽ നിങ്ങളാണ് യേശുവിനെ ക്രൂശിച്ചത്, ആ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി എന്ന് പറഞ്ഞപ്പോൾ അവിടെ കൂടി വന്ന പരിഹസിച്ചവർ പോലും സഹോദരന്മാരായ പുരുഷന്മാരെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ്, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുന്നു, ഞങ്ങൾ പരാജയപ്പെട്ടവരാണ്, ഞങ്ങൾ തെറ്റുകൾ ചെയ്തവരാണ്, ഞങ്ങളൊരു പരാജയമാണ്, ഞങ്ങൾക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയ അബദ്ധങ്ങളാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ പുരോഹിതന്മാർ യേശുവിനെ ക്രൂശിച്ചു. ഞങ്ങൾക്കും അത് സമ്മതമായിരുന്നു, ഞങ്ങളും അത് നല്ലതെന്ന് മനസ്സിലാക്കി. എന്നാൽ ഞങ്ങൾ ക്രൂശിച്ചത് ദൈവം അഭിഷേകം ചെയ്ത് അയച്ച മശിഹയാണെന്ന് മനസ്സിലാക്കാൻ കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും തിരിച്ചറിയുന്ന ഹൃദയവും ഞങ്ങൾക്കില്ലാതെ പോയി. ആവർത്തന പുസ്തകം 29:3 അതാണ്. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും യഹോവ നിങ്ങൾക്ക് ഇന്നുവരെ തന്നിട്ടില്ല. എന്നാൽ തിരിച്ചറിവിൻ്റെ ആത്മാവ് അവിടെ വ്യാപരിച്ചപ്പോൾ, യേശുവിനെ കാണേണ്ടതുപോലെ പത്രോസ് വചനം കൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവർക്ക് പാപബോധമുണ്ടായി. പത്രോസിന് ആരെയും ചെന്ന് കുത്തേണ്ടി വന്നില്ല, മനഃപൂർവ്വം കുത്തി പ്രസംഗിക്കേണ്ടി വന്നില്ല. അവൻ പ്രസംഗിച്ച യേശുവിനെ ശരിയായ ആത്മാവിൽ പ്രസംഗിച്ചപ്പോൾ എല്ലാവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അതവിടെ വായിക്കുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്ത് ചെയ്യണം? എന്തിനും തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് ചെയ്യാൻ തയ്യാറാണ്. മല കയറണമോ? നദികൾ കടക്കണമോ? മുടി തലമൊട്ടയടിക്കണമോ? ഞങ്ങൾ ഏത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾക്ക് രക്ഷപ്പെടണം, ഞങ്ങൾക്ക് യേശുവിനെ വേണം. എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അതൊക്കെ ചെയ്യാം. വലിയ നേർച്ചകൾ വേണമോ? വലിയ യാഗങ്ങൾ നടത്തണമോ? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി, അത് മുഴുവനും ചെയ്യാൻ ഞങ്ങളിവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്തിനു തയ്യാറാണ്? അതാണ് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതം. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് യേശു എടുത്തു പറയുന്നുണ്ട്. സക്കായിയുടെ വീട്ടിൽ യേശു പാർക്കാൻ പോയി. സക്കായി വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ സക്കായിക്ക് പാപബോധമുണ്ടായി. അവൻ പറയുകയാണ്, കർത്താവേ, അനീതിയായിട്ട് ഞാൻ ആരോടെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാം. ഞാൻ ചെയ്തതെല്ലാം 4 മടങ്ങായി തിരിച്ചു കൊടുക്കുന്നു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചതിച്ചതുണ്ട്, വഞ്ചിച്ചതുണ്ട്, എല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. പല മടങ്ങായി മുതലും പലിശയ്ക്കും അപ്പുറം കൊടുക്കുകയാണ്. ലൂക്കോസ് 19 അതിൻ്റെ 10 വാക്യത്തിൽ യേശു പറയുന്നു, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഈ വീടിന് രക്ഷ വന്നു. അടുത്തത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഏറ്റവും വലിയ കാര്യം മാനസാന്തരമാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന് യോഹന്നാൻ സ്നാപകൻ വെള്ളത്തിൽ നിന്നുകൊണ്ട്, യോർദാനിൽ നിന്നുകൊണ്ട് പറഞ്ഞു. എല്ലാ വൃക്ഷങ്ങളെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കണം, അല്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും, വെട്ടിക്കളയും എന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. മാനസാന്തരപ്പെടുക, ജീവിതത്തെ ക്രമപ്പെടുത്തുക, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുക. ഞാൻ തയ്യാറാണ്. യേശു കർത്താവും ക്രിസ്തുവുമാണെങ്കിൽ ആ യേശുവിനെ സ്വീകരിക്കുവാൻ ഞാൻ എന്തിനും തയ്യാറാണ്. ആ തീരുമാനമാണ് അവരെ അടിമുടി മാറ്റിയത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷ അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. 38 വാക്യം. പത്രോസ് അവരോട്,
നിങ്ങൾ മാനസാന്തരപ്പെട്ട് മനം തിരിയണം, തിരിഞ്ഞു വരണം, ദൈവത്തിലേക്ക് വരണം, കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കണം. ആശ്വാസകാലങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. ഞങ്ങളുടെ അടുക്കലേക്ക് വരണമെന്നല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ അധികാരത്തിൽ സ്നാനമേൽപ്പിൻ. ഓരോരുത്തർ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുന്ന എന്തിനാണ്? യേശുവിനോട് ചേരാനാണ്. നിങ്ങൾ യേശുവിലേക്ക് വാ. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെ കുഴിച്ചിടണം. അതാണ് അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്. ഇതാണ് സ്നാനം എന്ന ശുശ്രൂഷയിലൂടെ നടക്കുന്നത്. പുതുതായി കേൾക്കുന്നവരറിയണം, യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവർ യേശുവിനെ ധരിച്ചിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു. റോമർ 6 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ, ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നതിന് പകരം ഒരാളല്ല. മാനസാന്തരം വ്യക്തിപരമാണ്. ഭാര്യ വന്നതുകൊണ്ട് ഭർത്താവിന് പ്രത്യേകിച്ച് ഗുണമില്ല. ഭാര്യ മാനസാന്തരപ്പെട്ടാൽ ഭാര്യയ്ക്ക് നിത്യത സ്വന്തമാകും. ഭാര്യ യേശുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ചാൽ അവൾ മാത്രം നിത്യതയിൽ പോകും. ഓരോ വ്യക്തികളും മാനസാന്തരം, മനസ്സുള്ളവർ മാനസാന്തരപ്പെടണം. പാപിയാണോ മാനസാന്തരപ്പെടണം, മനം തിരിയണം. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ വന്ന് ക്രൂശിൽ മരിച്ച് നമുക്ക് പാപമോചനത്തിനായിട്ടുള്ള സാധ്യത വയ്ക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി ഭൂമിയിൽ വരാമെങ്കിൽ ഒന്ന് മാനസാന്തരപ്പെടാൻ, മനം തിരിയാൻ എളുപ്പമല്ലേ? ക്രൂശോളം അനുസരണമുള്ളവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നാൽ അവൻ തള്ളിക്കളയുമോ? മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനപ്പെടുവിൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധ യേശുവിൽ വസിക്കുന്ന അതേ ആത്മാവ്, അപ്പോസ്തലന്മാരെ ഉപയോഗിക്കുന്ന അതേ ആത്മാവ്. അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ചിന്തിക്കണം. ഈ അധ്യായം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടിയാണ്. പത്രോസിന് പറയാനുള്ളത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനം യേശു മുഖാന്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവ്. ഇത് ലഭിച്ചവർക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന ദാനത്തിന് വേണ്ടി മനം തിരിയണം. പഴയ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കണം. ഒരു പുതിയ തുടക്കമുണ്ടാക്കണം. യേശു അതിനുള്ള കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം കേട്ട ഈ തിരുവെഴുത്തുകൾ കേട്ടതുപോലെ അനുസരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ ധാരാളം ദൈവകൃപയുണ്ടാകട്ടെ. ആത്മനദി ഇവരിൽ ഒഴുകട്ടെ. കർത്താവിലേക്ക് തിരിഞ്ഞു വരട്ടെ. ഒരു വീട്ടിൽ എത്ര പേരുണ്ട്? അത്രയും പേര് യേശുവേ എന്ന് വിളിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പുതിയതായി മാറട്ടെ. എത്ര വലിയ പാപവും, കടും ചുവപ്പായ പാപവും, ഹിമം പോലെ വെളുപ്പിക്കുന്ന, രക്താംബരം പോലെ ചുവന്നത് മഞ്ഞുപോലെ വെള്ളയാക്കുന്ന യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഈ മക്കൾ തിരിച്ചറിയട്ടെ. യേശുവിലേക്ക് എല്ലാവരും തിരിയട്ടെ. ഒരു തിരിച്ചുവരവുണ്ടാകട്ടെ. അപ്പൻ്റെ വീട്ടിലേക്ക് എല്ലാവരും മടങ്ങി വരട്ടെ. സ്വർഗീയ ദാനങ്ങൾ ആസ്വദിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. യേശുവിലൂടെയുള്ള വഴികൾ തുറക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്ക് വിശ്വസിക്കാം. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിനോട് കൂടുതൽ അടുക്കാം. തേജസ്സിന്മേൽ തേജസ്സുള്ളവരായി വചനം കേട്ട് നമുക്ക് പ്രകാശിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.